വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ, ഞാൻ ഗുരുവായൂർ കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കൽ, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും, അതായത് എൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആ ചേച്ചിക്കായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇവിടെ ഗുരുവായൂരിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇത് പുറം ഇതിൻ്റെ ഉള്ളിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്ത്രിമാർ പൂജ ചെയ്യുന്നതും കാര്യമൊക്കെ. ഈ ഗുരുവായൂരേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ക്യൂ ഉണ്ടാവലില്ലേ, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് അവിടെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് അവിടെ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഉള്ളിലേക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് ഈ വീഡിയോ എടുത്തങ്ങ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നുല്ലേ. വെറുതെ ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ ഉള്ളിലേക്ക് കാണിച്ച് എന്താല്ലേ. അല്ല പുള്ള ചേച്ചിയെ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചോറ് കിട്ടലുണ്ടോ? അല്ല, ചില ആൾക്കാരെ നിങ്ങളെയൊക്കെ കളിയാക്കിയിട്ട് വേറെന്തോ തിന്നലുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ഇനി അത് തന്നെയാണോ നിങ്ങൾ തിന്നൽ? അല്ല, ഗുരുവായൂർ ഉത്സവത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയ മുഖാന്തരം കണ്ടില്ല? അത് കാണാനെന്തേ, കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? അല്ലേലും അറിയാം, സ്പെക്സൊക്കെ വെക്കാറുണ്ട്, പക്ഷെങ്കിൽ അത് പുറത്ത് കാണിക്കാത്തതാണ്. ഞാൻ കണ്ടു അച്ഛൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ. അച്ഛനാണല്ലേ അത്? അയ്യോ അല്ലല്ല, സോറി, ഹസ്ബൻഡാണല്ലേ. നീയാൻ തണലിന് താഴെ, അതിന് വേറെ അർത്ഥമുണ്ട് ചേച്ചിയെ. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒന്നുമില്ല, നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ, അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഇടുന്നത് മോശമല്ലേ? അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇതൊന്നും കാണലില്ല. ഗുരുവായൂർ ഉത്സവം ആറാട്ട് തീരുന്ന ദിവസം എൻ്റെ പൊന്നോ, മൊബൈൽ വെക്കാത്തൊരു മനുഷ്യന്മാരില്ല. അതിലെല്ലാവരും വീഡിയോ എടുത്തേക്ക്. എന്നിട്ട് നിങ്ങളെന്താ എൻ്റെ വീഡിയോ മാത്രം പറയുന്നത്? ഇനിയിപ്പോൾ കോടതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താണെന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നൂടി എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? എന്താണ് എൻ്റെ ചേച്ചിയെ, നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ, നിങ്ങളിതൊക്കെ ഒന്ന് കാണണ്ടേ ചേച്ചിയെ? അപ്പം ഞാനിങ്ങനെ ഉള്ളിലേക്ക് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത ആൾക്കാർ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചേ, എനിക്ക് ആ സ്ക്രീനിലുള്ള അങ്ങ് കാണിച്ചു തന്നാൽ പോരായിരുന്നോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അതല്ലേ സത്യമോ, അതങ്ങ് ചെയ്തു കൊടുത്താൽ മതിയായി. അവിടെ അവർ പൂജ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനായിട്ട് എന്തിനായിരുന്നില്ലേ വെറുതെ കാണിച്ചത്? പറയണം, ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആ ആളെ നന്നാവാൻ വിടുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷെ എൻ്റെ മുമ്പിലൊരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും
സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിൻ്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണനെന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസമല്ലെങ്കിൽ വെയിറ്റ് ചെയ്യ്, നമുക്ക് കാണാം.